വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാ നടന്മാരും എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസ് സിനിമയിലുള്ള എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ്. ഒരു കയറ്റിറക്കങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുക. അപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, താഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റുക, എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റേണ്ടത്, ഇതെല്ലാമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യേണ്ടതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. നമ്മൾ ഇത്രയും വലിയ വിജയമാണെന്ന് വിചാരിച്ചൊരു സിനിമയൊന്നല്ല സർവമായ. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി, അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബി ഗേൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി.